പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ എഴുതാം. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാ പാട്ട് പറയുന്ന. അമ്മുവിനിഷ്ടം അച്ചപ്പം, അട, വട, കുഴലപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഊത്തപ്പം, പാലപ്പം, വട്ടയപ്പം, നെയ്യപ്പം, അങ്ങനെ പല പലഹാരങ്ങളുടെ പേരും പാട്ടിൽ പറയുന്നുണ്ട്. ഇനി ധാരാളം ആഹാര സാധനങ്ങളുണ്ടല്ലോ, എഴുതി ചേർക്കാം. ഇനി പാട്ട് പറയാത്തതായിട്ട് ഒരുപാട് ആഹാര സാധനങ്ങൾ ഉണ്ടല്ലേ, കൂട്ടുകാർക്ക് അറിയുന്നത് ഇവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. ഇനി ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം. എങ്ങനെയാണ്, ഇവിടെ കുറേ ചിത്രത്തിൽ കാണാം കൂട്ടുകാർ ഇങ്ങനെ ഇരുന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കുന്നത് അല്ലേ. അപ്പം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് വേണം. ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കൈതച്ചക്ക ഉണ്ട്, പിന്നെ വത്തക്കയുണ്ട്, പിന്നെ ഓറഞ്ച്, പഴങ്ങളിൽ പലതുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്? ആരാണ് ഉത്തരം? ഉപ്പ് അല്ലേ. അടുക്കളയിലാണ് ഉണ്ടാവുക. കടലിൽ നിന്നാണ് ഉപ്പ്, പിന്നെ ഉപ്പ് വെള്ളത്തിൽ നിന്നല്ലേ ശേഖരിച്ചെടുക്കുന്നത് നമുക്കറിയാം. ഇനി അടുത്തതായിട്ട് ഏതാ? ഏതു കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ. ആരായിരിക്കും? എല്ലാ കറികളിലും നല്ല രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കും. ഒരു ഇലയാണില്ലേ, എന്താണത്? കറിവേപ്പില. അപ്പം കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബിജി ശിവൻസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് കടങ്കഥകളും അതേപോലെ പഴഞ്ചൊല്ലുകളും അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ചൊല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ കൂട്ടുകാർക്ക് കൂടുതൽ കടങ്കഥകളൊക്കെ ശേഖരിക്കാൻ സാധിക്കും കേട്ടോ.